നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ബിറ്റ്കോയിൻ $92,000 താഴെ എത്തി. 4 വർഷ സൈക്കിളിന്റെ തകർച്ചയോ എന്ന ആശങ്കയിൽ ക്രിപ്റ്റോ വിപണി. സെൻസെക്സിന് 27% വളർച്ചയെന്ന് മോർഗൻ സ്റ്റാൻലി. ബുൾ റണ്ണുണ്ടായ 2026 1,07,000 നിലവാരത്തിലെത്തും. ഇന്ത്യയുടെ റേറ്റിംഗ് താഴ്ത്തി ആഗോള നിക്ഷേപ ബാങ്കായ സിറ്റി ഗ്രൂപ്പ്. ഓഹരി വാല്യുവേഷൻ ഉയർന്ന നിലയിലാണെന്ന് വിശദീകരണം. ആഗോള വിപണിയിൽ സ്വർണവും വെള്ളിയും ഇടിഞ്ഞു. ഫെഡറൽ റിസർവിന്റെ പണനയ യോഗം നിർണായകമാകുമെന്ന് വിലയിരുത്തൽ. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വിദേശ നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 277 പോയിന്റ് താഴ്ന്ന് 84,673-ലും നിഫ്റ്റി 103 പോയിന്റ് താഴ്ന്ന് 25,910-ലും വ്യാപാരം അവസാനിപ്പിച്ചു. വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ ഇടിവിലേക്ക് നയിച്ചത്? ഇപ്പോഴത്തെ ഒരു ഇടിവ് നമുക്ക് നോക്കുമ്പോൾ ഇന്ന് മാർക്കറ്റ് ഇടിവായിരിക്കുന്നത് 25,910 എന്നൊരു നിലയിലാണ് ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു നിലയിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തിരിക്കുന്നത്. 103 പോയിന്റ് ഇടിവാണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. അതായത് 0.4% ഇടിവായിരുന്നു നിഫ്റ്റി 50 രേഖപ്പെടുത്തിയത്. നിഫ്റ്റി ബാങ്കിലോട്ട് വരുമ്പോൾ ഇന്നത്തെ ഇടിവ് എന്ന് പറയുന്നത് 58,899 എന്നൊരു നിലയിൽ 63 പോയിന്റ് ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 0.11% ഇടിവ് രേഖപ്പെടുത്തിയാണ് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു അഡ്വാൻസ് ഡിക്ലെയർ റേഷ്യോ നിഫ്റ്റിയിൽ എങ്ങനെയായിരുന്നു നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ക്ലോസിംഗ് എടുക്കുമ്പോഴത്തേക്കും 8 ഓഹരികൾക്ക് മാത്രമേ നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചുള്ളൂ. 42ഓളം ഓഹരികൾ ഇടിവിലാണ് ഇന്ന് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തത്. ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്യാൻ സാധിച്ച ഓഹരികളിൽ ഒന്ന് ഭാരതി എയർടെൽ ആയിരുന്നു. 1.6% നേട്ടമാണ് ഭാരതി എയർടെൽ രേഖപ്പെടുത്തിയത്. കൂടാതെ ആക്സിസ് ബാങ്കിൽ 1% മുകളിലേക്ക് നേട്ടമുണ്ടായിരുന്നു. എന്നാൽ ഏഷ്യൻ പെയിന്റ്, ശ്രീറാം ഫൈനാൻസ്, ടൈറ്റൻ, മാരുതി, പവർ ഗ്രിഡ്, റിലയൻസ് ഇത്തരം ഓഹരികളിലും നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗിൽ എടുത്തെങ്കിൽ കൂടിയും 1% മുകളിലേക്കൊക്കെയുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഈ ഒരു ഓഹരികൾക്കൊന്നും ഇന്ന് സാധിച്ചില്ല. എന്നാൽ ഇടിവിലോട്ട് വരുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരിയായി മാറിയത് ടാറ്റ കൺസ്യൂമേഴ്സ് ആയിരുന്നു. 2.28% ഇടിവാണ് ടാറ്റ കൺസ്യൂമേഴ്സ് രേഖപ്പെടുത്തിയത്. കൂടാതെ ടെക് മഹീന്ദ്രയിൽ 2% മുകളിലേക്ക് ഇടിവുണ്ടായിരുന്നു. ജിയോഫിൻ 2% അടുത്ത് നിൽക്കുന്ന ഒരു ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ ഇൻഡിഗോ, എറ്റേണൽ, അപ്പോളോ ഹോസ്പിറ്റൽ, ഇൻഫോസിസ്, സിപ്ല, ഹിൻഡൽകോ, ഗ്രാസിം തുടങ്ങിയ ഓഹരികളൊക്കെയാണ് ഇന്ന് നിഫ്റ്റി 50യിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിഷ്ണുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ $92,000 താഴെ എത്തി. 4 വർഷ സൈക്കിളിന്റെ തകർച്ചയോ എന്ന ആശങ്കയിൽ ക്രിപ്റ്റോ വിപണി. ഒക്ടോബറിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് ഉയർന്ന നിലയിൽ നിന്ന് വിലയിടിവ് 26%-ലധികമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഈ തകർച്ചയോടെ ബിറ്റ്കോയിന്റെ ചരിത്രപരമായ 4 വർഷ സൈക്കിൾ വീണ്ടും ആവർത്തിച്ച് ഒരു ദീർഘകാല തകർച്ചയിലേക്ക് പോവുകയാണോ, അതോ ഇതൊരു താൽക്കാലിക തിരുത്തൽ മാത്രമാണോ എന്ന ആശങ്കയിലാണ് നിക്ഷേപകർ. പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ബേൺസ്റ്റീനിലെ അനലിസ്റ്റുകൾ ഈ വീഴ്ചയെ ഒരു താൽക്കാലിക തിരുത്തൽ മാത്രമായാണ് കാണുന്നത്. മുൻ സൈക്കിളുകളിലെ പോലെ 60 മുതൽ 70% വരെ ഇടിവുണ്ടാകാൻ സാധ്യതയില്ലെന്നും ബിറ്റ്കോയിൻ ഇപ്പോൾ ഒരു പുതിയ അടിത്തറ ഉണ്ടാക്കുകയാണെന്നും അവർ വ്യക്തമാക്കി. സിറ്റി ഗ്രൂപ്പ് ബിറ്റ്കോയിനിൽ ക്രിസ്മസ് റാലി ഉണ്ടാവുമെന്ന പ്രവചനമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 1 വർഷത്തിനകം വീണ്ടും ബിറ്റ്കോയിൻ $1,00,000 നിലവാരം കടക്കുമെന്നും വ്യക്തമാക്കി. 12 മാസത്തിൽ $1,81,000 നിലവാരമാണ് ഗ്രൂപ്പിന്റെ പ്രവചനം. ഈ ഡിസംബറിലെ US ഫെഡ് പലിശ കുറയ്ക്കലിനുള്ള സാധ്യതകളാണ് ക്രിപ്റ്റോ ലോകത്തെ തകർച്ചയുടെ കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ സിറ്റി ഗ്രൂപ്പ് സ്ട്രാറ്റജിസ്റ്റ് ഡ്രിക് വിൽമർ പറയുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ പണലഭ്യത കുറവാണ് ഇതിന് കാരണമെന്നാണ്.
ഈ പണലഭ്യതാക്കുറവ് വൈകാതെ തീരും. അതോടെ ബിറ്റ്കോയിൻ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുവരും. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഒരു ക്രിസ്മസ് റാലി പ്രതീക്ഷിക്കാമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെൻസെക്സിന് 27% വളർച്ചയെന്ന് മോർഗൻ സ്റ്റാൻലി. ബുൾറൺ ഉണ്ടായാൽ 2026 1,07,000 നിലവാരത്തിലെത്തും. ഇന്ത്യൻ ഓഹരി വിപണി അടുത്ത വർഷം വലിയ കുതിപ്പിന് ഒരുങ്ങുന്നുവെന്നാണ് ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലിയുടെ പ്രവചനം. 2026 ഡിസംബറോടെ സെൻസെക്സ് 1,07,000 എന്ന ചരിത്ര ലക്ഷ്യത്തിലെത്തും. അതായത് നിലവിലെ നിലവാരത്തിൽ നിന്ന് 27% വരെ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. 3 സാധ്യതകളാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യത്തേത് ബുൾ റണ്ണാണ്. ഇതിന് 30% സാധ്യതയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $65 താഴെയെ തുടരുന്നത്, താരിഫ് നയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ മാറ്റം, തുടർച്ചയായ സാമ്പത്തിക ഉത്തേജന നയങ്ങൾ എന്നിവയായിരിക്കും ബുൾ റണ്ണിനെ പിന്തുണയ്ക്കുക. രണ്ടാമത്തേത് ബേസ് കേസാണ്. ഈ സാഹചര്യത്തിൽ സെൻസെക്സിന്റെ ലക്ഷ്യം 95,000 നിലവാരത്തിലെത്തുമെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ പ്രവചനം. സ്ഥിരതയുള്ള മാക്രോ ഇക്കണോമിക് സാഹചര്യം, വിഭവ സമാഹരണത്തിലെ സ്ഥിരത, സ്വകാര്യ മേഖലയിലെ ആരോഗ്യകരമായ നിക്ഷേപം, സുസ്ഥിരമായ ആരോഗ്യ വളർച്ച, പണനയത്തിലെ സാധ്യമായ ഇളവുകൾ എന്നിവയായിരിക്കും മുന്നേറ്റത്തിന് തുണയാവുക. ഇത്തരമൊരു വിപണി സാഹചര്യത്തിന് 50% സാധ്യതയാണ് പ്രവചിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില $100 മുകളിലേക്ക് കുതിക്കുകയോ ആഗോളതലത്തിൽ പണനയം കടുപ്പിക്കുന്നതോ വിദേശ ഡിമാൻഡ് കുറയുന്നതും ഒരു ബിയർ സാഹചര്യത്തിലേക്ക് നയിക്കാം. അങ്ങനെയെങ്കിൽ 76,000 നിലവാരത്തിലേക്ക് ഇടിയാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ റേറ്റിംഗ് താഴ്ത്തി ആഗോള നിക്ഷേപ ബാങ്കായ സിറ്റി ഗ്രൂപ്പ്. ഓഹരി വാല്യുവേഷൻ ഉയർന്ന നിലയിലാണെന്ന് വിശദീകരണം. ഇന്ത്യൻ ഓഹരികളുടെ റേറ്റിംഗ് ഓവർ വെയ്റ്റ് എന്നതിൽ നിന്ന് മാർക്കറ്റ് വെയ്റ്റ് എന്നതിലേക്കാണ് മാറ്റിയത്. ശക്തമായ കോർപ്പറേറ്റ് വരുമാനമുണ്ടെങ്കിലും ഓഹരി വിലകൾ ഉയർന്ന നിലയിലാണ്. സിറ്റിയിലെ US ഇക്വിറ്റി സ്ട്രാറ്റജി ഡയറക്ടറായ ഡ്രൂ പെറിറ്റ് പറയുന്നത്, നിക്ഷേപകർ ഇപ്പോൾ മികച്ച അവസരങ്ങളാണ് തേടുന്നതെന്നാണ്. അതായത് ഈ ഫണ്ട് റൊട്ടേഷൻ ഇന്ത്യയിലേക്കല്ല, മറിച്ച് ചൈനയിലും മറ്റ് ആഗോള വിപണികളിലുമാണ് പ്രധാനമായും സംഭവിക്കുന്നത്. നിലവിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുന്നേറ്റത്തെ ബബിൾ എന്ന് വിളിക്കുന്നത് ശരിയല്ലെന്നും പെറിറ്റ് വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ AI മുന്നേറ്റം തന്നെയാണ് നടക്കുന്നത്. നിക്ഷേപകരുടെ നിലപാട് യുക്തിസഹമാണെന്നും അവർ ലാഭം കിട്ടുമ്പോൾ എടുക്കുകയും വില കുറയുമ്പോൾ വാങ്ങുകയും ചെയ്യുന്നു. അതിനാൽ AI നിക്ഷേപങ്ങൾക്കായി അവർ ചൈനയടക്കമുള്ള അന്താരാഷ്ട്ര വിപണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും ഡിസംബറിൽ തന്നെ അത് പ്രതീക്ഷിക്കാമെന്നും പെറിറ്റ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിപണിയിൽ സ്വർണവും വെള്ളിയും ഇടിഞ്ഞു. ഫെഡറൽ റിസർവിന്റെ പണനയ യോഗം നിർണായകമാകുമെന്ന് വിലയിരുത്തൽ. US ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയില്ലെന്ന റിപ്പോർട്ടാണ് സ്വർണം വെള്ളി വിപണികളെ നിരാശയിലാഴ്ത്തിയത്. പിന്നാലെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഫ്യൂച്ചറുകൾ 2% വരെ ഇടിവ് രേഖപ്പെടുത്തി. ഫെഡ് റിസർവിന്റെ പണനയ യോഗത്തിന്റെ മീറ്റ്സ് ഈ ആഴ്ചയാണ് പുറത്തുവരുന്നത്. ഇതിൽ നിന്ന് പലിശ നിരക്കിനെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രം ലഭിക്കും. അതുവരെ ഇരു ലോഹങ്ങളിലും ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാമെന്നാണ് അനലിസ്റ്റുകളും പറയുന്നത്. ഈ സമ്മർദ്ദത്തിൽ നിക്ഷേപകർ ലാഭമെടുപ്പിലേക്ക് ശ്രദ്ധ നൽകി. ഇതാണ് നിലവിലെ ഇടിവിന് കാരണം. ഡിസംബറിലെ യോഗത്തിലായിരിക്കും പുതിയ പലിശ നിരക്ക് ഫെഡ് റിസർവ് പ്രഖ്യാപിക്കുക. പലിശ കുറഞ്ഞാൽ സ്വർണം കുതിക്കും. വെള്ളിയിലും സമാന പ്രവണത വരാം. കൂടാതെ $ഡോളർ സൂചിക ശക്തിപ്പെട്ടതും 10 വർഷത്തെ ട്രഷറി ഈൽഡ് അല്പം ഉയർന്നതും ലോഹങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തി. ഒപ്പം ഫെഡ് വൈസ് ചെയർ ഫിലിപ്പ് ജെഫേഴ്സൺ കൂടുതൽ ഇളവുകൾ നൽകുന്ന കാര്യം പെട്ടെന്നുണ്ടാവില്ലെന്നാണ് വ്യക്തമാക്കിയത്. ഡിസംബറിൽ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത കഴിഞ്ഞ ആഴ്ചയിൽ 60% അതിപ്പോൾ 41% കുറഞ്ഞുവെന്നാണ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വിദേശ നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യും. നേരിട്ടുള്ള വിദേശ നിക്ഷേപം, വിദേശ സ്ഥാപന നിക്ഷേപം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുന്നതിനായി പങ്കാളികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നിക്ഷേപ പ്രക്രിയകൾ വേഗത്തിലും സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് വാണിജ്യ ഭവനിലാണ് യോഗം നടന്നത്. നിക്ഷേപങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരുന്നതിനും ഗവേഷണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും നൂതനാശയങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രതിരോധ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുകയും ആഭ്യന്തര കറൻസിക്ക് കൂടുതൽ സ്ഥിരത നൽകുകയും ചെയ്യും. ഇത് പണപ്പെരുപ്പം കൂടുതൽ കുറയ്ക്കാൻ സഹായിക്കും. നയപരമായ ഉറപ്പും സ്ഥിരതയുമുള്ള കറൻസിയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും ഗോയൽ കൂട്ടിച്ചേർത്തു. വ്യവസായ മേഖല അവരുടെ വിതരണ ശൃംഖലകളെ വൈവിധ്യവൽക്കരിക്കാനും ഗോയൽ നിർദ്ദേശിച്ചു.
ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 160 രൂപയും പവന് 1280 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം പവന് 90,680 രൂപയിലും ഗ്രാമിന് 11,335 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 130 രൂപ ഉയർന്ന് 9,325 രൂപയിലായിരുന്നു വ്യാപാരം. വെള്ളി വിലയിലും ഇടിവുണ്ട്. ഗ്രാമിന് 7 രൂപ കുറഞ്ഞ് 163 രൂപയിലായിരുന്നു വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിറ്റ് കോയിൻ $92,000 താഴെ എത്തി. 4 വർഷ സൈക്കിളിന്റെ തകർച്ചയെന്ന് ആശങ്കയിൽ ക്രിപ്റ്റോ വിപണി. സെൻസെക്സിന് 27% വളർച്ചയെന്ന് മോർഗൻ സ്റ്റാൻലി. ബുൾറൺ ഉണ്ടായ 2026 1,07,000 നിലവാരത്തിലെത്തും. ഇന്ത്യയുടെ റേറ്റിംഗ് താഴ്ത്തി ആഗോള നിക്ഷേപ ബാങ്കായ സിറ്റി ഗ്രൂപ്പ്. ഓഹരി വാല്യുവേഷൻ ഉയർന്ന നിലയിലാണെന്ന് വിശദീകരണം. ആഗോള വിപണിയിൽ സ്വർണവും വെള്ളിയും ഇടിഞ്ഞു. ഫെഡറൽ റിസർവിന്റെ പണനയയോഗം നിർണായകമാകുമെന്ന് വിലയിരുത്തൽ. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വിദേശ നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യും. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.